ഒരു ഡോളോക്ക് ഇത്ര പവർ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ രാവിലെ തൊട്ട് തൊണ്ടവേദനയും പനിക്കാൻ വരലും ജലദോഷം പിടിക്കാൻ വരലും ഒക്കെ ആയി പറ്റമ്പി കിടന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ഞാൻ അതുവരെ ഗുളിക കുടിക്കേണ്ട കാര്യങ്ങളും ഒന്നും ചിന്തിച്ചില്ല. അപ്പോൾ തല പൊങ്ങാണ്ട് നിന്നപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു എവിടെയെങ്കിലും ഗുളിക ഉണ്ടോ എന്ന് തപ്പെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കി ഒരു ഗുളിക കിട്ടി. അത് കുടിച്ചപ്പോഴേക്കും എൻ്റെ അസുഖം ഇവിടെ പോയി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത്രമേൽ പവറുള്ളൊരു സാധനമാണ്. അപ്പോൾ ആ സാധനമാണ് 10 എണ്ണം ഒരുമിച്ച് ഞാൻ കുടിച്ചത്. ഞാൻ സമ്മതിക്കണല്ലേ. അപ്പോൾ സൗണ്ട് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവാനുണ്ട്. ബാക്കിയൊക്കെ ഓക്കെ ആയി. ഞാൻ കിടന്നു പോയി എന്ന് വിചാരിച്ചതാണ് ഞാൻ. പക്ഷെ കിടന്നില്ല ഗൈസ്. കിടക്കാതെ എഴുന്നേറ്റ് പോന്നു. രണ്ടാൾ തല്ലുകൂടല്ലേ. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ ഒരുപാട് പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ച് കറുത്താവേ വീണൂന്ന്. ഇതേ ഒന്നായിട്ട് വേർക്കുന്നുണ്ടോ? എനിക്ക് ഉള്ളിലേക്ക് പനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പറ്റമ്പി കിടന്ന് നോക്കി. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞോണം ഫുഡൊക്കെ എങ്ങനെയാണ് ഞാൻ വെച്ചതെന്നുള്ളത് എനിക്കും തമ്പുരാനും മാത്രമേ അറിയുള്ളൂ. അത്രമേൽ കഷ്ടപ്പെട്ടു ഞാൻ. പക്ഷേ നേരത്തെ അങ്ങ് കുടിച്ചാൽ മതിയായിരുന്നു. ഞാൻ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചേ. ജലദോഷം വന്നാൽ പെട്ടെന്ന് കാണിക്കും. പണ്ടുണ്ടല്ലോ, ഞാൻ പറയല്ലേ, ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. വാപ്പ ഒരു ഡ്രൈവറാണ്. അപ്പോൾ 1.5 ആളിനൊക്കെ പണി ഉണ്ടാവുക. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഒരസുഖം വന്നാൽ ഞങ്ങളെ ഡോക്ടറെ കാണിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ എൻ്റെ ഉമ്മയും വാപ്പയ്ക്കും ആയിപ്പോയിട്ടുണ്ട്. അത്രമേൽ അമ്പിക്കിടന്നാലേ ഞങ്ങൾക്കൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ളൊരു വകുപ്പുള്ളായിരുന്നു. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ എനിക്കൊരു ജലദോഷം വരികയാണെങ്കിൽ വേഗം പോയി കാണിക്കും. കാരണം അത് പേടിച്ചിട്ടല്ല കേട്ടോ, എൻ്റെ വർക്കിനെ ബാധിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ പണ്ട് നമുക്ക് കിട്ടാതെ പോയ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പല കാര്യങ്ങളും ഞാൻ പറയാറുണ്ട്. അതേപോലെ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണ്ട് നമ്മളെ എന്താ പറയുക, കാണിക്കാനും ഇതാക്കാനൊന്നും വഴിയില്ല കേട്ടോ. നമ്മൾ പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെയായിരുന്നു, മറ്റേതായിരുന്നു, മറിച്ചതായിരുന്നു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കഷ്ടപ്പാടുകൾ എന്തായിരുന്നു അത് പറയുന്നതിന് എനിക്കൊരു മടിയില്ല കേട്ടോ. പക്ഷേ അവിടെ നിന്നൊക്കെ കരകയറി എൻ്റെ വാപ്പ പോന്നിട്ടുണ്ട് കേട്ടോ. അതിൽ എൻ്റെ വാപ്പാനെ ഞാൻ പ്രൗഡായിട്ട് കാണുന്ന ഒരാളാണ്. എന്നെയും കൂടിയും കല്യാണം കഴിച്ചു, ബാധ്യതകളൊക്കെ ഒഴിവായി, സ്വന്തമായിട്ട് ലോറി എടുത്തു, അതോടിച്ച് ഒരു മനുഷ്യനാണ്. അപ്പം വാപ്പ എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും പ്രചോദനമാണ്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നും അത്രയെങ്കിലും വാപ്പനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ആ വാപ്പയുടെ മകളായ എനിക്കും ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതിക്കാരിയാണ് ഞാൻ. അപ്പം അങ്ങനെയാണ്. സൗണ്ട് കുറച്ചുകൂടി ഒന്ന് റെഡി ആവാനുണ്ട് എന്നല്ലാതെ ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ഗുളിക കുടിച്ചപ്പോൾ യജാതി വേർക്കലാണ്, വല്ലാത്തൊരു വേർപ്പ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഉള്ളിലേക്ക് പനി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഏതായാലും അങ്ങനെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. കിടന്നു പോയില്ല ഗൈസ്. വയ്യാന്ന് പറയുമ്പം എല്ലാവരും പറയും നന്നായിക്കെന്ന് പറയുന്നത്. കുറേ മൊണ്ണകളുണ്ട്. അവരോടായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, അസുഖമൊക്കെ സ്വാഭാവിക എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് വരൂലെന്നും നിങ്ങളുടെ കുടുംബക്കാർക്ക് വരൂലെന്നും വിചാരിച്ച് കുത്തിരിക്കണ്ടാട്ടാ. അപ്പം അങ്ങനെയാണ്. ഞാൻ ഇന്ന് സത്യം പറയാച്ചാൽ കട്ടിലിൻ്റെ പുള്ളിൽ നീക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനത്തെ ഞാനാണ്. ഫുഡൊക്കെ ഉണ്ടാക്കി കിട്ടോ, എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല ഗൈസ്. തല ഇങ്ങനെ വെച്ചിട്ടായിരുന്നു നടക്കൽ. അപ്പോൾ ഒക്കെ ഒന്ന് റെഡിയായപ്പം ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി.
അത്രമാത്രമേ ഉള്ളൂ. കമ്മലുമില്ല അയച്ചളാന്ന് വിചാരിക്കും. എനിക്ക് കമ്മലിട്ടുകൊണ്ട് നടക്കുന്നതിനോട് എനിക്കെന്തോ ഒരു ഇറിറ്റേഷൻ പോലെയാണ്. അപ്പം ഞാൻ നേരത്തെ വിചാരിക്കുന്നു അങ്ങ് അയച്ചള. മലബാറിന്ന് മാനേജർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഡെയിലി യൂസ് ചെയ്യാനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മലബാറിന്ന് എന്തെടുത്താലും എന്നോട് ഡെയിലി യൂസ് ചെയ്യരുതെന്ന് പറയല്. പക്ഷെ ഞാനൊക്കെ ഡെയിലി യൂസ് ചെയ്യലില്ല, ഒന്നും എന്നോട് ഡെയിലി യൂസ് ചെയ്യരുതെന്നാണ് പറയല്. പിന്നെ ഞാനെല്ലാം ഡെയിലി യൂസ് ചെയ്യലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ഫാൻസി ഉണ്ടായതുകൊണ്ട് ഞാൻ അവിടെ അയച്ചേക്കാം എന്ന് കരുതി. അപ്പം വയ്യായികയൊക്കെ മാറി ഞാനൊന്ന് ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടതാണ്.